ഹലോ, നമ്മൾ ഈ യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ട്, അതായത് പകുതി വരെ മാത്രമാണ് ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയിരിക്കുന്നത്. അതെവിടെയാണോ നിർത്തിയിരിക്കുന്നത് അവിടെ മുതലാണ് ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തുടങ്ങിയാലോ. ലാസ്റ്റ് വീഡിയോയിൽ ലാസ്റ്റ് സെക്ഷൻ ആക്ടിവിറ്റി 1 ആയിരുന്നു. ആക്ടിവിറ്റി 1 നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. In our homes, we do many activities together. നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ചാണല്ലേ ചെയ്യാറുള്ളത്. In our home, we do many activities together. I have long hair. My dadiji oils my hair and braids it in the morning before I leave for school. വീട്ടിലുള്ള പല ജോലികളും നമ്മളൊക്കെ ഒരുമിച്ചായിരിക്കും അല്ലേ ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ബേലയ്ക്ക് ലോങ് ഹെയർ ആണുള്ളത്. ബേലയുടെ മുടി എല്ലാ ദിവസവും രാവിലെ അവൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഓയിൽ ചെയ്ത് കൊടുക്കുന്നതും പിന്നീട് വൃത്തിയായി കെട്ടിക്കൊടുക്കുന്നതും അവളുടെ ദാദീജിയാണ്. She hums a song while she is doing this. It makes me happy to listen her. മുത്തശ്ശി ബേലയ്ക്ക് മുടി കെട്ടിക്കൊടുക്കുന്ന സമയത്ത് ഒരു പാട്ടൊക്കെ മൂളിക്കൊണ്ടാണ് ഇത് ചെയ്തു കൊടുക്കുക. ബേലയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. മുത്തശ്ശി പാട്ട് പാടുന്നത് കേൾക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. I have learned many songs from her. My parents help each other in all housework, from cooking, cleaning to shopping for groceries. മുത്തശ്ശിയുടെ അടുത്തുനിന്ന് ബേല കുറേ പാട്ടുകൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അവളുടെ പേരൻസ് അവര് എല്ലാ ജോലിയും ക്ലീനിങ്ങും ഹൗസ് ഹോൾഡ് വർക്കും കുക്കിങ്ങും പിന്നെ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതുമായിട്ടുള്ള എല്ലാ ജോലികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. അവരെല്ലാം അതൊക്കെ ഷെയർ ചെയ്തിട്ട് ഓരോ വർക്കും ഷെയർ ചെയ്തിട്ട് ഒരുമിച്ചാണ് ചെയ്യുന്നത്. My Dadaji loves gardening. Banku Bhaiya and I help our parents and grandparents with some of their work every day. ബേലയുടെ ദാദാജിക്ക് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ്. ബങ്കുബയ്യയും ബേലയും അവരുടെ പേരൻസിനെയും ഗ്രാൻഡ് പേരൻസിനെയും ഒക്കെ ഡെയിലി ഓരോ ജോലികൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടില് അമ്മയും അച്ഛനെയും ഒക്കെ ഓരോ ജോലി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? നിങ്ങൾക്ക് പറ്റുന്ന ജോലിയൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. Bankubaya helps in cleaning and chopping vegetables while I help my Dadaji in the garden. ബങ്കുബയ്യ ക്ലീൻ ചെയ്യാനും വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ബേല ഗാർഡനിൽ ദാദാജിയെ ഹെൽപ്പ് ചെയ്യും. One of our closest friends is Munni. She and her mother Kusum Mosi, mother's close friend who is like a sister, live near our house. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്താണ് കുസും മോസി. കുസും മോസി എന്ന് പറഞ്ഞാൽ അമ്മയുടെ സിസ്റ്ററിനെ പോലെ തന്നെയുള്ള അമ്മയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ കുസും മോസിയുടെ മോളാണ് മുന്നി. മുന്നി ഞങ്ങളുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ്. കുസും മോസി ഈസ് an excellent cook. She makes delicious sweets and special dishes for us during festival. കുസും മോസി ഒരു വളരെ നല്ല കുക്കാണ്. പലതരം സ്വീറ്റ്സും ഡിലീഷ്യസ് ആയിട്ടുള്ള ഡിഷസും ഒക്കെ ഫെസ്റ്റിവലിന്റെ ടൈമിൽ ഉണ്ടാക്കും. ഷീ ആൻഡ് മുന്നി ജോയിൻ us in all the festival at our house. ഞങ്ങളെ വീട്ടിൽ എന്ത് ഫെസ്റ്റിവൽ ഉണ്ടായാലും അതിലൊക്കെ കുസും മോസിയും പിന്നെ മുന്നിയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. മുന്നി ഈസ് വെരി ഗുഡ് അറ്റ് മേക്കിംഗ് രംഗോലി. രംഗോലി ഉണ്ടാക്കാൻ, രംഗോലി എന്ന് പറഞ്ഞാൽ എന്താ, മുറ്റത്തൊക്കെ നല്ല ചിത്രപ്പണികൾ ചെയ്യും. പല കളറുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചിത്രങ്ങൾ വരയ്ക്കും. പൂക്കൾ ഉപയോഗിച്ചും രംഗോലി ഉണ്ടാക്കും. ഇങ്ങനെ രംഗോലി ഉണ്ടാക്കാൻ മുന്നി വളരെ എക്സ്പേർട്ടാണ്. ഷീ യൂസസ് കളേഴ്സ് മെയ്ഡ് ഫ്രം ഡിഫറെന്റ് ഡ്രൈഡ് ഫ്ലവേഴ്സ്. On some occasion she uses leaves and flower too. I love to help her. മുന്നി രംഗോലി ഉണ്ടാക്കാൻ വേണ്ടി ചില സമയങ്ങളിൽ ഡ്രൈഡ് ഫ്ലവേഴ്സ് ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സ് ആണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ പൂക്കളും ഇലകളും ഒക്കെ ഉപയോഗിക്കും. എനിക്ക് മുന്നി ഇത് ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവളെ ഹെൽപ്പ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ബേലയും മുന്നിയും പിന്നെ ഷീരുവും കൂടി ഇരുന്ന് രംഗോലി ഉണ്ടാക്കുന്നത് കണ്ടില്ലേ. ഡ്രോ. You can draw some more pictures to show how your family members help each other.
നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാറ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രമായിട്ട് വരയ്ക്കാം. നല്ല കളേഴ്സും കൊടുക്കണം കേട്ടോ. We all learn many things from our family members and neighbors. What all you have learned from your family and from whom? നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ ആരുടെ അടുത്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ഒരു എക്സാമ്പിൾ, I have learned how to make tea from my grandmother and how to keep things tidy from my mother. Has anyone learned anything from you? നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? My younger cousins have learned to play games from me. നിങ്ങളുടെ കസിൻസ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഗെയിംസ് ഒക്കെ കളിക്കാൻ പഠിച്ചിട്ടുണ്ടോ? Okay. Collect some leaves and flowers that have fallen on the ground and create a rangoli. പൂക്കളും ഇലകളും ഒക്കെ നിലത്ത് വീണത് എടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ട് ഭംഗിയുള്ള ഒരു രംഗോലി ഉണ്ടാക്കുക. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഡിസ്കസ്, ഹൗ ഡു യു ഹെൽപ്പ് യുവർ ഫാമിലി? നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്? I help by cleaning my room and setting the table. എൻ്റെ റൂമും പിന്നെ എൻ്റെ ടേബിളും ഒക്കെ ഞാൻ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. Some people in the family need special care and support like grandparents, some small children or someone who is sick. How do you help them? വലിയ പ്രായമായിട്ടുള്ള ആൾക്കാരെയും കുഞ്ഞു കുട്ടികളുടെയും പിന്നെ എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ടുള്ള ആൾക്കാരെയും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അവർക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കണം അല്ലേ? നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാറുള്ളത്. I spend time with grandparents, play with little kids and help sick family members by being kind and caring. ഗ്രാൻഡ് കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യും, കുട്ടികളുടെ കൂടെ കളിക്കും, പിന്നെ സിക്ക് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനെ കെയർ ചെയ്യും. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കും. Who is the oldest person in your family? ആരാണ്? The oldest person in my family is my grandfather. നിങ്ങളുടെ ഫാമിലിയിൽ ആരാ എന്നെങ്കിൽ നിങ്ങൾ അത് എഴുതി വെക്കണം. Who is the youngest person in your family? നിങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും ചെറിയ മെമ്പർ ആരാണ്? The youngest person in my family is me. ഞാൻ തന്നെയാണ്. Who is the tallest person in your family? The tallest person in my family is my father. Do you have any member in your family who do not live with you? നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പേഴ്സ് നിങ്ങളുടെ കൂടെ ഇപ്പൊ താമസിക്കാത്തതുണ്ടോ? Who are they and where do they live? How often do you meet them? അതാരാണ്? അവരെവിടെയാണ് താമസിക്കുന്നത്? നിങ്ങൾ എത്ര റെഗുലർ ആയിട്ടാണ് അവരെ കാണാറുള്ളത്? Yes, my uncle lives in another state for work. വേറെ സ്റ്റേറ്റിൽ ജോലിക്ക് വേണ്ടി പോയിരിക്കുകയാണ്. I meet him twice a year. 2 പ്രാവശ്യം ഒരു വർഷത്തിൽ കാണാറുണ്ട്. What are the names of your friends who play with you at homes or your neighborhood? നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നെയ്ബർഹുഡിലോ ഒക്കെ നിങ്ങളുടെ കൂടെ കളിക്കുന്ന കുട്ടികളുടെ പേര് എഴുതണം. The names of my friends who play with me at home or in my neighborhood are Srishti and Anaya. ഇത്രയും വലിയ സെന്റൻസ് എഴുതണമെന്നില്ല കേട്ടോ. ജസ്റ്റ് വാട്ട് ആർ ദ നെയിംസ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് സൃഷ്ടി ആൻഡ് അനായ അത്രയും മതി. വലിയ വലിയ സെന്റൻസിന്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. Look at the picture below and write down Bela's relationship with all the members of her family. ബേലയെ കൊടുത്തിട്ടുണ്ട്, ചുറ്റും ബേലയുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും കൊടുത്തിട്ടുണ്ട്. എന്താണ് ബേലയുമായിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്സ്? ബേലയുടെ ബ്രദർ ആണ് മുകളിലുള്ളത്, പിന്നെ ഇത് ഗ്രാൻഡ് മദർ ആണ്, ഗ്രാൻഡ് ഫാദർ, ബ്രദർ, യങ്ങർ ബ്രദർ ആണ് ഇത് അല്ലേ. പിന്നെ പെറ്റ് ഷിറു, പിന്നെ മോസി, കുസും മോസി ആണ് മദർ ആൻഡ് ഫാദർ. Draw a picture of the members of your family and write your relationship with them.
You can look at the examples given on page 13. അപ്പോൾ ഈ ഒരു പേജ് 13 കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലെ ആൾക്കാരെ ചിത്രങ്ങൾ വരയ്ക്കുക, എന്നിട്ട് അവരുടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പും എഴുതുക. Write down the names of relatives who visit your family. How are they related to you? നിങ്ങളുടെ വീട്ടിൽ വേറെയും വരുന്ന റിലേറ്റീവ്സ് ഉണ്ടാവില്ലേ, അവരുടെയൊക്കെ പേരുകൾ കൊടുക്കുക. അവരെങ്ങനെയാണ് നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന് എഴുതുക. എക്സാമ്പിൾ, സുരേഷ്, father's cousin. What do you call them? Uncle. Usha, grandmother's sister. Muttashi. Shobha, mother's aunt. Velliyamma. ഇതൊരു ഫ്യൂ എക്സാമ്പിൾസ് ആണ്. നിങ്ങളുടെ വീട്ടിൽ വരുന്ന റിലേറ്റീവ്സിനെ പറ്റി നിങ്ങൾ എഴുതുക. ഓക്കെ. In a family, we take part in the day-to-day work of the home just like Bela and Banku do. വീടുകളിലുള്ള എല്ലാ ദിവസത്തെയും ഓരോ ജോലികൾ ഉണ്ടാവില്ലേ, അതിൽ നമ്മളെല്ലാവരും ടേക്ക് പാർട്ട് ചെയ്യണം അല്ലേ? ബേലയും ബങ്കും ചെയ്യും പോലെ തന്നെ. Our family also includes relatives who may not live with us. They are related to us through our parents, mother or father. നമുക്ക് ഡിസ്റ്റൻസ് ഫാമിലിയിൽ നമ്മളുടെ കൂടെ താമസിക്കാത്ത റിലേറ്റീവ്സും ഉണ്ടാകും. അവർ നമ്മളുമായിട്ട് എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്? നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ റിലേറ്റീവ്സ് ആയിരിക്കും. അങ്ങനെ അവർ നമ്മുടെ റിലേറ്റീവ് ആയിരിക്കും. ഇൻ ബേലാസ് ഫാമിലി എവ്രി വൺ ഡസ് സം വർക്ക്. ഹൂ ഡസ് വാട്ട് വർക്ക് ഇൻ യുവർ ഫാമിലി? നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ വായിച്ചു, ബേലയുടെ ഫാമിലിയിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യും. നിങ്ങളുടെ ഫാമിലിയിൽ ഓരോരുത്തരും എന്തൊക്കെ വർക്കാ ചെയ്യുക? ഫൈൻഡ് ഔട്ട് ആൻഡ് ഫിൽ ഇൻ ദ ടേബിൾ ഓൺ പേജ് 16. നിങ്ങളുടെ വീട്ടിൽ ഓരോ വർക്കും ആരാണ് ചെയ്യുന്നതെന്ന് ഫിൽ ചെയ്യണം. കുക്കിംഗ് ഫുഡ് ആരായിരിക്കും? നിങ്ങളുടെ വീട്ടിൽ ആരാണോ ചെയ്യുന്നത് അത് വേണം എഴുതാൻ കേട്ടോ. കുക്കിംഗ് ഫുഡ് മദർ ഓർ ഗ്രാൻഡ് മദർ, ചില വീട്ടിൽ ഫാദർ ആയിരിക്കും. വാട്ടറിംഗ് പ്ലാന്റ്സ് ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, മീ. പിന്നെ mending things, repairing house items, sewing buttons, etc. mother, father, ഇതിൽ ആരെങ്കിലും ആയിരിക്കും. cleaning the house, my sister and brother. buying things from market, father. ഇനി ഇതല്ലാത്ത എന്തെങ്കിലുമൊക്കെ ജോലികൾ നിങ്ങളുടെ വീട്ടിൽ വേറെ ജോലികൾ ഉണ്ടാവില്ലേ, അതും ഈ കോളത്തിൽ ഫില്ല് ചെയ്തിട്ട് അത് ആരാ ചെയ്യുന്നതെന്നും കൂടി ഇവിടെ എഴുതണം. ഓക്കെ. fun with family and friends. It was a holiday. We all went to the park with our Dadaji. When we reached there, many of our friends were playing Pittu. Nikku, Rinki, Rohit, Roni and Tara were calling out to each other to run fast and play stones quickly. Pittu എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കളിയാണ് കേട്ടോ. കല്ലുകൾ അടുക്കി അടുക്കി വെച്ചിട്ട് അതിൽ ബോൾ എറിഞ്ഞിട്ട് പിന്നെ അത് മറ്റുള്ളവർ ഓടി പോയിന്റ്സ് എടുക്കും. അപ്പോഴേക്കും ഇവർ കല്ലുകളൊക്കെ അടുക്കി അടുക്കി വെക്കുന്ന ഈ ഒരു ഗെയിമിനാണ് പിത്തു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹോളിഡേയിൽ ഇവരെല്ലാവരും കൂടി പാർക്കിലേക്ക് പോയി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴോ അവരുടെ ഫ്രണ്ട്സ് ഗെയിം കളിക്കുകയായിരുന്നു. ആരൊക്കെ അവരുടെ ഫ്രണ്ട്സ്? നിക്കു, പിങ്കി, രോഹിത്, റോണി ആൻഡ് താര. അവരെല്ലാവരും മറ്റുള്ളവരെ ഉറക്കെ വിളിക്കുക, വേഗം ഓടി വരൂ, വേഗം ഓടൂ, എന്നിട്ട് കല്ലുകളൊക്കെ സ്പീഡിൽ അടുക്കി അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. We joined them and made 2 teams. അവരുടെ കൂടെ ഞങ്ങളും പോയി ജോയിൻ ചെയ്തു, എന്നിട്ട് 2 ടീം ഉണ്ടാക്കി. ദാദാജി bought a ball. ദാദാജി ഒരു ബോളുമായിട്ട് വന്നു. He hit the stones and scattered them all. ദാദാജി ഒറ്റ എറിഞ്ഞ് ഈ കല്ലൊക്കെ പുറത്ത് തട്ടിത്തെറിപ്പിച്ചു. We ran to pile the stones as fast as we could. ഞങ്ങൾ ഓടിപ്പോയി, എന്തിനാ? ഈ കല്ലുകൾ അടുക്കി അടുക്കി തിരിച്ച് എത്രയും പെട്ടെന്ന് തിരിച്ചു വെക്കാൻ വേണ്ടി. Rohit, Nikku and Roni tried to hit us with the ball to make us lose. അവര് രോഹിത്തും നിക്കും റോണിയും പിന്നെയും ബോളുകൾ എറിഞ്ഞിട്ട് ഞങ്ങളുടെ കല്ലുകളൊക്കെ താഴേക്ക് വീഴ്ത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇറ്റ് വാസ് ഫൺ. വി ബിഗൻ ടു ഫീൽ ടയേർഡ്. ഭയങ്കര ഫണ്ണായിരുന്നു ഗെയിം. അങ്ങനെ കളിച്ച് കളിച്ച് പിന്നെ ഞങ്ങൾ ക്ഷീണിച്ച് തുടങ്ങി. ആഫ്റ്റർ സം ടൈം സോ ദാദാജി ആസ്ക്ഡ് us to rest for a while. അപ്പൊ ഞങ്ങൾ എല്ലാവരും ക്ഷീണിച്ചത് കണ്ടപ്പോൾ ദാദാജി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തോളൂ. ആഫ്റ്റർ അബൌട്ട് 20 minutes he bought us some ice cream.
ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ദാദാജി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. സൂൺ ഇറ്റ് ബിഗൻ ടു ഗെറ്റ് ഡാർക്ക് ആൻഡ് വി വെന്റ് ഹോം. അങ്ങനെ ഐസ്ക്രീം ഒക്കെ തിന്നു കഴിഞ്ഞപ്പോഴേക്ക് രാത്രി ആവാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ പ്ലേയിങ്, ലാഫിംഗ് ആൻഡ് ഈറ്റിംഗ് ടുഗെദർ. ഇന്ന് വളരെയധികം എൻജോയ് ചെയ്തു. കളിച്ചും ചിരിച്ചും പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഐസ്ക്രീം കഴിച്ചും ഒക്കെ നിറയെ എൻജോയ് ചെയ്തു. ലെറ്റ്സ് റിഫ്ലക്ട്. റൈറ്റ്, ഹൗ ഡു ഫാമിലി മെമ്പേഴ്സ് ഷോ ദെയർ ലവ് ആൻഡ് കെയർ ഫോർ ഈച്ച് അതർ? ഓരോ ഫാമിലി മെമ്പേഴ്സും എങ്ങനെയാണ് അവരുടെ ലവും കെയറും കാണിക്കുക? Family members show love and care by helping each other. Main thing, sharing things, giving hugs and spending time together. ഇങ്ങനെയൊക്കെയാണല്ലേ ഫാമിലി മെമ്പേഴ്സ് അവരുടെ ലവ് ഷോ ചെയ്യുക. വാട്ട് ഗെയിംസ് ഡു യു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഏതൊക്കെ ഗെയിംസ് ആണ് കളിക്കാറ്? I play games like hide and seek, snakes and ladders and ball games with my friends. Draw. Draw some of the happy moments you enjoyed together with your family. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് എൻജോയ് ചെയ്യുന്ന കുറച്ച് ഹാപ്പി മൊമെന്റ്സ് ഇവിടെ ചിത്രമായിട്ട് വരയ്ക്കുക. ഡിസ്കസ്. വാട്ട് ഡു യു ലേൺ ഫ്രം എൽഡേഴ്സ് ഇൻ യുവർ ഫാമിലി? I learn good manners, പിന്നെ സ്റ്റോറീസ് ആൻഡ് ഹൗ ടു ഡു തിങ്സ് ലൈക്ക് കുക്കിംഗ് ഫ്രം ദ എൽഡേഴ്സ് ഇൻ മൈ ഫാമിലി. പല പല സ്റ്റോറീസ് എനിക്ക് എൽഡേഴ്സ് പറഞ്ഞു തരാറുണ്ട്. പിന്നെ ഗുഡ് മാനേഴ്സ് ഒക്കെ അവരെ നോക്കി പഠിക്കാറുണ്ട്. അതേപോലെ കുക്കിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ എൽഡേഴ്സിനെ നോക്കി പഠിക്കാറുണ്ട്. ഹൗ ഡു വി ഷോ അവർ ലവ് ആൻഡ് കെയർ ഫോർ പീപ്പിൾ ഇൻ അവർ ഫാമിലി? നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. വി ഷോ അവർ ലവ് ആൻഡ് കെയർ ബൈ ഹെൽപ്പിംഗ് ഈച്ച് അതർ, giving hugs and spending time together. We care for many others who are not in our family. Who are they? How do they care for them? We care for our friends, neighbors and teachers by being kind, helping them and sharing things. Find and circle. Circle 5 words related to games in the grid below. One example is done for you. ഈ ഒരു ഗ്രിഡില് ഗെയിംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സർക്കിൾ ചെയ്യാം. ഒന്നിവിടെ തന്നിട്ടുണ്ട്, ടോയ്സ്. ഇനിയും കണ്ടുപിടിച്ചാലോ? ടോപ്സ് ഉപയോഗിച്ച് കളിക്കാറില്ലേ? ബോൾ, ലുഡോ, ബാറ്റ്, നെറ്റ് ബാഡ്മിന്റൺ ഒക്കെ കളിക്കുന്ന സമയത്ത് നടുക്ക് നെറ്റ് കെട്ടി കളിക്കാറുണ്ട്. പിന്നെ ചെസ്. ഇനിയും ഇതിലുണ്ടാവും കേട്ടോ, നിങ്ങൾ നോക്കി കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഇതൊരു ലോങ് ചാപ്റ്റർ ആയിരുന്നു. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.